ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാൻ യൂറോപ്യൻ യൂണിയന്റെ പക്കലുള്ള ഏറ്റവും ശക്തമായ സാമ്പത്തിക ആയുധമായ ട്രേഡ് ബസൂക്ക പ്രയോഗിക്കുവാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആഹ്വാനം ചെയ്തു. സാധാരണഗതിയിൽ യുദ്ധങ്ങളിൽ ശത്രുവിന്റെ ടാങ്കുകളെ തകർക്കുവാൻ ഉപയോഗിക്കുന്ന വലിയ തോക്കുകളെയാണ് ബസൂക്ക എന്ന് വിളിക്കുന്നത്. എന്നാൽ വ്യാപാര രംഗത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സാമ്പത്തികമായി ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനെതിരെ പ്രയോഗിക്കുന്ന അതിശക്തമായ നിയമപരമായ പ്രതിരോധ സംവിധാനത്തെയാണ് ട്രേഡ് ബസൂക്ക എന്ന് വിശേഷിപ്പിക്കുന്നത്. ട്രേഡ് ബസൂക്ക ഉപയോഗിക്കുന്നതിലൂടെ യൂറോപ്യൻ യൂണിയന്റെ വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പ്രവേശനം തടയുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യാം. അമേരിക്കയ്ക്ക് യൂറോപ്യൻ മാർക്കറ്റിൽ വ്യാപാരം നടത്തുന്നതിനും കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരും. കൂടാതെ യൂറോപ്പിന്റെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് റിട്ടാലിയേഷൻ താരിഫും ഉണ്ടായേക്കാം. ചൈന പോലുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ള യൂറോപ്പിന്റെ ഒരു വ്യാപാര പ്രതിരോധ നടപടിയാണ് ട്രേഡ് ബസൂക്ക. യൂറോപ്യൻ യൂണിയനെ സാമ്പത്തികമായി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഭീമമായ നികുതി ചുമത്തുവാനും അവരുടെ കമ്പനികൾക്ക് യൂറോപ്യൻ വിപണിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും ഈ നിയമം അനുവാദം നൽകുന്നു. ഗ്രീൻലാൻഡ് വിലയ്ക്ക് വാങ്ങുവാനുള്ള അമേരിക്കൻ നീക്കത്തെ എതിർത്ത 8 യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഫെബ്രുവരി 1 മുതൽ 10% അധിക നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഈ ഭീഷണി നേരിടുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച മക്രോൺ യൂറോപ്പിന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണിതെന്ന് വിശേഷിപ്പിച്ചു. അമേരിക്കയുടെ ഈ സാമ്പത്തിക സമ്മർദ്ദത്തെ പ്രതിരോധിക്കുവാൻ യൂറോപ്യൻ യൂണിയന്റെ ബസൂക്ക ആക്ടിവേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ, അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും ആവശ്യമെങ്കിൽ തങ്ങളുടെ പക്കലുള്ള ഏറ്റവും ശക്തമായ സാമ്പത്തിക ആയുധം ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നുമാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിരിക്കുന്നത്.